നമസ്കാരം, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. അപ്പൊ നമ്മളൊരു പുതിയ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. നമ്മളിന്ന് കുറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വഴിയെ കേട്ടുപോകും. അപ്പൊ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാല്ലേ. സോ വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ ഹരിച്ചേട്ടാ, ഷാനിക, ബിന്നി ചേച്ചി, ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് ഇളയരാഗങ്ങൾ റൗണ്ടിലാണ് നമ്മളുടെ ധ്രുവ മോൾ. ലെറ്റ്സ് വെൽക്കം ധ്രുവ. இன்பம் தரும் பதுமை இனிமே காணவ
ധ്രുവ സൂപ്പർ. സൂപ്പർ, അടിപൊളിയായിരുന്നു, അടിപൊളി. നമുക്ക് ചോദിക്കാം, ജഡ്ജ്മെന്റ് അറിയാൻ എനിക്കും കൊതിയാവാ. ഹരിച്ചേട്ടാ, വാട്ട് എ പെർഫോമൻസ്. താങ്ക് യു സർ. ധ്രുവയുടെ ഇത്രയും നാളത്തെ പെർഫോമൻസിൽ ദിസ് ഇസ് യുവർ ബെസ്റ്റ് പെർഫോമൻസ്. താങ്ക് യു സർ. വേറൊരു ജോണർ, അത് പ്രോപ്പർ എന്താ പറയുക, ഒരു ജാസ് എല്ലാ പരിപാടി ഉള്ളതായിരുന്നു. ഇതിൽ ബ്ലൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു, പിന്നെ ഇതിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം വാണിയമ്മ ഇതിൽ ആനന്ദ ഉലഹം അന്തി, അതിന്റെ എൻഡിങ് ആദ്യം പിന്നെ ഈ സാധനം ഉണ്ട്, പിന്നെ വീണ്ടും അഗൈൻ യു ഗോ ബാക്ക്. തുടങ്ങി ജങ്ങടയിൽ മയങ്ങിയ മകദിനം പതുവാക. അത് സെക്കൻഡ് വൺ. അതിന് മുമ്പ് പറഞ്ഞോണ്ടല്ലോ, ആസയിൽ തുടങ്ങി ജങ്ങടയിൽ മയങ്ങിയ മകദിനം പതുവാക. അതൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് വാണിയമ്മ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസ്. പിന്നെ ഇടയ്ക്ക് അണ്ണാച്ചി വരുമല്ലോ, SPB സാറ്, DISCO, അതൊക്കെ പൊളിച്ചു. SPB സാറും വാണിയമ്മയും. രാജാ സാറിന്റെ എവർഗ്രീൻ സോങ്, വാട്ട് എ സോങ്, ഒരു ഡിസ്കോ സോങ്, പ്രോപ്പർ ഡിസ്കോ. മോളെ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ആകെ തോന്നിയത് പിച്ചിങ്, അതൊക്കെ കറക്റ്റ് ആയിരുന്നു. അതിന്റെ നെക്സ്റ്റ് ചരണത്തിലൊരു ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, കാതൽ മാനെ. അവിടെ മോള് യു കുഡിന്റ് അവിടെ എത്താൻ പറ്റിയില്ല അങ്ങോട്ട്. അവിടെ പിച്ച് ഔട്ട്സ് അവിടെ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഇവിടെയൊക്കെ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് ഈ സോങ്ങിനെ സംബന്ധിച്ച് പിച്ചിങ്ങിൻ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ദ വൈബ്, അല്ലെങ്കിൽ ആ വൈബ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓറ, പിന്നെ ഇതിന്റെ എക്സ്പ്രഷൻസ്, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം മീറ്റ് ചെയ്തു. സോ യു ഗേവ് യുവർ ബെസ്റ്റ്. താങ്ക് യു സർ. കോറസ് 3 പേരും അടിപൊളി. എസ്പെഷ്യലി നമ്മുടെ മെബു കൊള്ളാം, അടിപൊളി. ഒരു ചമ്മലില്ല, നീ ഐ ക്യാൻ കിസ് യു എന്നൊക്കെ പറഞ്ഞ് അടിപൊളി. 3 പേരും രസമായിരുന്നു. പക്ഷെ നിങ്ങൾ 2 പേരും തകർത്ത് കളഞ്ഞു. മെബുവും റിഹാനും 2 പേരും വേറെ ലെവലായിരുന്നു. ഒന്നും പറയാനില്ല. നല്ല ഡ്രസ്, നല്ല. ഇത് ശരണ്യാന്റി ചെയ്തത്, അനുഷ്ക ചേച്ചിയുടെ അമ്മ. നിങ്ങൾ ഏജൻസി ഏറ്റെടുത്തോ? അനുഷ്കയുടെ അമ്മ ഓടി നടന്ന് തയ്ക്കാണ്. ഇത് കഴിഞ്ഞ് പോയിട്ട് അടുത്ത ഷെഡ്യൂളുള്ള ഇങ്ങനത്തെ ഒരു ജിൽ ടൈപ്പ് കിട്ടാനായിട്ട് കുറെ ഓടി. നല്ല രസമുണ്ട്, നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതാണ് നിങ്ങൾ ആ രാജാ സാറിന്റെ എത്ര കൈൻഡ് ഓഫ് സോങ്സ് ഉണ്ട്. ഇപ്പം ഫോക്കും സാഡ് സോങ്ങും അല്ലാതെ ഇങ്ങനത്തെ പെപ്പി സോങ്സ് ഒരുപാടുണ്ട്. ഞാനത് ഇന്നലെ പറയായിരുന്നു, ആരും ഇവിടെ വിക്രം ഒന്നും പാടുന്നില്ലല്ലോ എന്ന്. വിക്രം അതിന്റെ ഒറിജിനൽ വേർഷൻ കേട്ടിട്ടുണ്ടോ? അതൊക്കെ രാജസാറാണ് അതിന്റെ ഒറിജിനൽ. അത് അറിയോ എല്ലാവർക്കും? ആ സോങ് കേട്ടിട്ടുണ്ടോ? പലർക്കും അറിയില്ല അതിന്റെ ഒറിജിനൽ പാടിയിരിക്കുന്നത് വിക്രം. അതിന്റെ സോങ് യു ഷുഡ് ഓൾ ലിസൺ. അതായത് ഇപ്പോഴത്തെ വിക്രം ഉണ്ടല്ലോ, ആ വിക്രത്തിലുള്ള വോക്കൽസും അതിനകത്തുള്ള പല സാധനങ്ങളും യൂസ് ചെയ്തിരിക്കുന്ന പഴയ ഒറിജിനൽ എന്നാണ്. ഇപ്പോഴത്തെ വിക്രം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്. അതെ കേട്ടോ. അതില് ഇതൊക്കെ കേൾക്കുന്നില്ലേ? അതിലൊരു സോങ് ഉണ്ട് വിക്രം. ടെമ്പോ കൂടുതലാണ്. ഭയങ്കര ഒരു വലിയ സോങ് ആണ്. അതിന്റെ ഓർക്കസ്ട്രേഷനും അതിന്റെ ഡ്രമ്മിങ്ങും എല്ലാം ഭയങ്കര പണിയുള്ളൊരു സോങ് ആണ്. അപ്പൊ അങ്ങനത്തെ സോങ് ഒക്കെ ആരെടുത്തിട്ട് വരാത്തെന്ന് ചോദിച്ചപ്പോഴാണ് ധ്രുവ ഇങ്ങനെ ഒരു സോങ് കൊണ്ട് വന്നത്. താങ്ക് യു ധ്രുവ. അടിച്ചു പൊളിച്ചു കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, ധ്രുവ അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു സർ. ഇന്ന് ധ്രുവ പാടിയതിനൊരു ഭയങ്കര പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു മോളെ കേട്ടോ. താങ്ക് യു സർ. ഇതിന് കൊടുക്കേണ്ട കൃത്യമായ ഡൈനാമിക്സ് ആണ് മോള് കൊടുത്തത്. ഒന്ന് അങ്ങോട്ടും പോയിട്ടില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര വിയേർഡായിട്ട് തോന്നും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അരോചകമായിട്ട് തോന്നും. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാട്ട് വർക്കും ആവത്തില്ല. ഇത് ആ കൃത്യമായിട്ടാണ് മോള് അളന്ന് മുറിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈച്ച് ആൻഡ് എവറി എക്സ്പ്രഷൻ, വേർഡ്സിന് കൊടുക്കുന്ന ഡൈനാമിക്സ്, അത് കൂടാതെ SPB സാറിന്റെ DISCO മാത്രം വരുമ്പോൾ മോള് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ വിബ്രാട്ടോ ഉണ്ട്. ഹാറ്റ്സ് ഓഫ് മോളെ. താങ്ക് യു സർ. ഈ പാട്ട് ഒരു പ്യോർലി ഒരു ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് സോങ് ആണ്. ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി കറക്റ്റ്. ആ ആറ്റിറ്റ്യൂഡ് റൈറ്റ് അല്ലെങ്കിൽ ഇത് വർക്ക് ആവില്ല. ഈവൻ മോളുടെ ഒരു ആക്ട്, ആ ഒരു ഡാൻസും ദ വേ യു എൻറ്റേർഡ് ദ സോങ്, അതെല്ലാം ഇതിനെ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോള് കൃത്യമായിട്ട്
മൂവ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയും ഒന്നും കൈവിട്ട് പോയിട്ടൊന്നുമില്ല. പാട്ടിനെ അത് ഹാം ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് പാടി. ഇനി ഇതിന്റെ മേലെ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോണേ. മനസ്സിലായല്ലോ? ഇങ്ങനെ നല്ല പാട്ടുകളൊക്കെ പാടിക്കഴിഞ്ഞാൽ കുഴപ്പം ഇതാണ്. അതിന്റെ മേലെ ആയിരിക്കും നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് താഴെ പോകരുത്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത് ഈ ഒരു പാട്ടായിരിക്കും. അടുത്ത പാടിക്കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കും ആ 3 പാട്ട് മുന്നേ ധ്രുവമോള് ഈ ഒരു പാട്ട് പാടി അതായിരുന്നു അടിപൊളി എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. ഇനി അടുത്തതായിരിക്കണം ദി ബെസ്റ്റ്. ഓക്കെ, സൂപ്പർ മോൾ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ചേച്ചി ധ്രുവ, പിന്തു ഞാനും ഷാൻ പറഞ്ഞ അതേ ഒരു കാര്യമാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ആ ഒരു പാട്ടിന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് അങ്ങനെ ഇവിടെ മോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നിട്ടുണ്ട്. ആ ഒരു നല്ല സോങ് സെലക്ഷൻ. ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? ഇത് രൂപേഷ് സാറും രജി മാമ. ആഹാ, അപ്പം രൂപേഷിനും റജിക്കും ഒരു ഉഗ്രൻ കൈയടി. ഈ പാട്ട് കേൾക്കുമ്പോഴ് അതായത് ആ ഫസ്റ്റ് 2 ലൈൻ സാ 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 ഇതേ ഉള്ളൂ. ഒരു വെറും സാ മാത്രമേ ഉള്ളൂ ആ 2 ലൈനിലും. അപ്പൊ രാജാ സാർ എങ്ങനെ അത് തിങ്ക് ചെയ്ത് സാറിന്റെ മനസ്സിലെ ചെയ്തോ വികാരം എന്തായിരുന്നു? വെറും ഒരു ഷഡ്ജം വെച്ച് സാ 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 അത്രേ ഉള്ളൂ. 2ഉം ആ 4 ടൈംസ് അത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ശ്രുതി ചേരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ സ്റ്റേജിൽ പാടുമ്പോഴത്തേക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചെറിയ സ്ഥലം അവിടെ ഒന്ന് സെക്കൻഡ് മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി. പക്ഷെ സാരമില്ല, ഇത് ഇത്രയും ഒരു പെർഫോമൻസ് ഉള്ള പാട്ടല്ലേ. കാരണം അത് പോകും എല്ലാവർക്കും. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ഒരു സാ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇവർ പറഞ്ഞ സുവയാഹ വാവെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിസ്കോ DISCO പറഞ്ഞ ആ ഒരു ആറ്റിറ്റ്യൂഡ് സൂപ്പർ. താങ്ക് യു മാം. പിന്നെ ആ ലാലാല പാടിയിട്ട് അതിന്റെ നടുക്ക് എന്താ ഒരു പറഞ്ഞേ, അതൊന്ന് പറഞ്ഞേ. കഴിഞ്ഞ അവര് കോറസ് കഴിഞ്ഞ എന്താ അങ്ങനെ എന്തോ പറഞ്ഞു. അത് മെബിനാണ് പറഞ്ഞത്. സൂപ്പർടാ അത്. അത് എനിക്ക് വേഗം അത് കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞു എന്ന് ഞാൻ മോളാണെന്ന് വിചാരിച്ചു. ആ കാതൽ മാനെ അവിടെയാണ് ആ ഒരു ലാസ്റ്റത്തെ അവിടെയാണ് ഒന്ന് ശ്രുതി പോയി ഒരു കുറച്ച് പ്രോബ്ലം വന്നത്. പക്ഷെ ഓൾ ടോട്ടൽ നല്ല ഒരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ചെയ്തത് മോള് പെർഫോം ചെയ്ത് തന്നെയാണ്. അതുകൊണ്ട് ഒരു ഉഗ്രൻ കൈയടി. ചേച്ചി ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ കുസൃതി ചോദ്യത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആണോ? ഇപ്പൊ ഇന്നുണ്ടോ കുസൃതി ചോദ്യം? ഉണ്ടോ? ഇല്ലേ? നല്ല സന്തോഷത്തിൽ അല്ല മോള് സ്കൂളിൽ പോകുന്നുണ്ടോ? എന്തിനാ സ്കൂളിൽ പോകുന്നേ? പഠിക്കാൻ. അല്ല, സ്കൂള് മോളുടെ അടുത്തേക്ക് വരാത്തോണ്ട്. എന്നാ പിന്നെ മാർക്കിലേക്ക് നല്ല കാര്യമായിരിക്കും. ഓക്കെ ധ്രുവ, മാർക്സ് അറിയണ്ടേ? ഓക്കെ ചേച്ചി 9.5. ഓക്കെ ഹരിച്ചേട്ടാ, ഞാൻ 10 തരുമായിരുന്നു. പിന്നെ മോളുടെ കുറച്ച് പിച്ച് ഔട്ട്സ് നമ്മൾ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പൊ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഗോൾഡൻ മൈക്ക് ഒക്കെ സുഖമായിട്ട് അടിച്ചാണ്. അതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ഇനി ഗോൾഡ് കിട്ടണമെങ്കിൽ ഭയങ്കരമായ ഒരു പ്രയത്നം എല്ലാവരും നടത്തേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഗോൾഡ് തരില്ല. പക്ഷെ ഇറ്റ് വാസ് എ ഗോൾഡൻ പെർഫോമൻസ് കേട്ടോ. ഒട്ടും മോശമൊന്നും ആയിരുന്നില്ല. ഞാൻ മോളുടെ ഒരു ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയാണ്. നമ്മൾ ഫുൾ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം എല്ലാം കിട്ടി എന്നുള്ളൊരു ഫീൽ വരും. അപ്പം അങ്ങനെ വരാതിരിക്കാനും കൂടിയാണ് ഐ എം ഗിവിംഗ് യു 9.5. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക, എനിക്ക് തോന്നുന്നു ധ്രുവമോൾ ഒറ്റ ചാട്ടമായിരുന്നു കഴിഞ്ഞ പെർഫോമൻസിൽ ഈ ഒരു പെർഫോമൻസിലേക്ക് വൻ ചാട്ടമാണ് ചാടിയത്. അപ്പം ആ ഒരു ചാട്ടം കൂടെ മനസ്സിൽ വെച്ചോണ്ട് ഐ എം ഗിവിംഗ് യു 10. 29 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ സന്തോഷത്തിൽ ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ ഈ സൂപ്പർ മാർക്ക് വാങ്ങിച്ചതിന് ധ്രുവമോക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് മിൽമ നൽകുന്ന സൂപ്പർ സ്റ്റാർ
വിന്നേഴ്സിന് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ് പെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അപ്പൊ രാജാ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ കേട്ടു അല്ലേ? ഇനി Yes. നമുക്ക് മില്ലേനിയം ബീച്ച് റൗണ്ടിലേക്ക് പോവാം. ഓക്കെ. നമ്മുടെ അഭിക്കുട്ടനാണ് പാടാൻ വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അഭിനവ്. വേൽമുരുകാ ഹരോ ഹരാ വേലായുധാ ഹരോ ഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ. കാടും മലയും പുഴയും കടന്ന് തേടി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാരോ ഹരാഹോ വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാരോ ഹരാ. താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ. കാടും മലയും പുഴയും കടന്ന് തേടി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാരോ ഹരാഹോ വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാരോ ഹരാ. ഈ താരകാസുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറി ചെന്നാൽ അമ്പലമുണ്ടേ, തേരും തിറയുമുണ്ടേ. ഹോയ് മുടിവെട്ടാ മുടിയിൽ ചാർത്തും മൂത്തോർക്കെല്ലാം തെയ്യത്തിൽ ലഹരിയുണ്ടേ. വെട്രി വേൽമുരുകാ മുരുകാ വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാരോ ഹരാഹോ വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാരോ ഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. മുനിയാണ്ടി പണ്ടാരങ്ങൾ മുറ്റത്തെത്താറായല്ലോ. മറുപട വീട് ഇത് തിരുമലമേട്. ഇനി അഗ്നിക്കാവടിയാടാൻ നീ കളലിൻ നാഴിയൊരുക്കണ്ടേ. പൂപ്പട കൂട്ടാൻ ഇനി കൊട്ടടവട്ടം. വീരാളിക്കോലം ചുറ്റിക്കോ മരമുണ്ടേ, വാളും പരിചയുണ്ടേ. മുക്കില നാക്കില വിളക്ക് ശീലത്തിൻ ചിലമ്പുമുണ്ടേ. കഞ്ചി കൊഞ്ചടി കൊഞ്ചടി കുറുമ്പി വേൽമുരുകാ ഹരോ
പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം ഇന്ന് കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി വേളം മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേരെ കാടും മലയും വരുന്നൊരു വള്ളിത്തേരാണേ വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാഹോ വേൽമുരുകാ ഹരോ ഹരാഹോ വേൽമുരുകാ ഹരോ ഹരാഹോ വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാ. ചേട്ടാ ഇതാരാണ്? അതാണ് എന്റെയും ചോദ്യം. ഇതാരാണ്? നമ്മളിതുവരെ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. താനിക്ക് കണ്ടിണ്ടാ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ആരാണെന്ന്. എന്താ ഒരു ബ്രഷ് ഇരിക്കണേ മൂക്കിന്റെ അടിയില്? നിങ്ങൾക്കറിയോ ഇതാരാന്ന്? ഇല്ല അല്ലേ? മക്കളെ ലാലേട്ടനാ. കറക്റ്റടാ. കറക്റ്റാ. ലാലേട്ടാ അച്ഛന്റെ മോനെ ഒന്നിങ്ങനെ ചരിഞ്ഞു എന്ന് വിചാരിച്ചു ഞാൻ ലാലേട്ടനാന്ന് പറയുന്നത് ശരിയാണോ എടാ? നിനക്കിതൊക്കെ എങ്ങനെ പറ്റുന്നടാ? അഭിനയം ആ ചെറിയ കൊള്ളായിരുന്നു പക്ഷെ. അതെ അതെ. ചെയ്തു. പിന്നെ ആ ഒരു സ്റ്റെപ്പും അതും വെച്ച് എല്ലാം അടിപൊളിയടാ. തകർത്ത്. തകർത്ത് മോനെ. സൂപ്പർടാ സൂപ്പർ. അഭിനവിനെ ഞാൻ ഇതൊന്ന് കൊടുത്തോട്ടെ. ആ, കൊടുക്ക. Yes. ഇപ്പൊ സണ്ണിയായി, ഡോക്ടർ സണ്ണി. സണ്ണി. ഓക്കെ. ആൻഡ് സണ്ണി മെറ്റ് വേൽമുരുകൻ. ഓക്കെ ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ഹരിച്ചേട്ടാ അഭിനവ്, എന്തോ സാർ? ആദ്യം തന്നെ അഭിനവിന് ഈ ഒരു പാട്ട് എടുത്തോണ്ട് വന്നതിന് ഒരു വലിയ കയ്യടി. താങ്ക് യു സാർ. കാരണം അഭിനവ് ഭയങ്കര സേഫ് സോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന ആളായിരുന്നു. അതിൽ നിന്ന് മോന ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പറയാതിരിക്കാതെ വയ്യ. താങ്ക് യു സാർ. ഇനി പാട്ടിലോട്ട് വരാം. ആ ഫസ്റ്റ് ഓഫ് ഓൾ അറ്റയർ ഒക്കെ കൊള്ളാം. പ്രോപ്പർട്ടീസും വെയിലും പിന്നെ സെറ്റൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ശ്രദ്ധ എവിടെ ആയിരിക്കണം? പാട്ടില്. അതങ്ങ് പോയി. അതായത് ശൂരൻപട എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം ഉണ്ട്. അത് മറന്നു. അതായിരുന്നു ആദ്യത്തെ മിസ്റ്റേക്ക്. റിപ്പീറ്റ് പല്ലവി മൊത്തത്തിലൊരു 2 വരിയോളം മിസ് ചെയ്തു. പിന്നെ ട്രാക്കിൽ വന്നു. പിന്നെ ലാസ്റ്റ് എന്തായിരുന്നു? തന്നെ കൂറുമ്പി വേൽമുരുക. പിന്നെ മുരുകൻ മാത്രമേ ഉള്ളൂ. വേലായുധനൊന്നും വേലായുധനില്ല. വേൽമുരുക ഹരോ ഹര. കിതക്കിയെന്ന് പറഞ്ഞാൽ നീ ഇപ്പോഴും എക്സസൈസ് ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പ്രിപ്പറേഷൻ വേണം. അതിന് മുമ്പേ കാർഡിയോ ചെയ്യണം. ചെയ്യാറുണ്ടോ? ജിമ്മിൽ എന്തെങ്കിലും പോകാറുണ്ടോ? നടക്കാനും വ്യായാമം ഒക്കെ ഉണ്ടോ? ഇങ്ങനെയല്ല വ്യായാമം. എന്തൊരു ചെറിയ സൗണ്ടോ. നല്ല കുറച്ച് പറ. വല്ലപ്പോഴും. പക്ഷെ അപ്പോഴും എഴുന്നേറ്റ് എങ്ങോട്ട് പോകുന്നു? നടക്കാൻ കാര്യമായിട്ടാണ്. ചിലപ്പോൾ പാരന്റ്സിനോട് ചോദിച്ചു ചിലപ്പോഴെന്ന് പറഞ്ഞാൽ എങ്ങനെ? വീക്ക്ലി ആണോ മന്ത്ലി ആണോ? വീക്ക്ലി എത്ര പ്രാവശ്യം പോവും? ഇയർലി ആണെന്ന് എനിക്ക് തോന്നുന്നു. മോനെ, അതുകൊണ്ടാണ് നിനക്ക് ഈ എനർജി അല്ലെങ്കിൽ പാടുമ്പോ കിതയ്ക്കുന്നതൊക്കെ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതൊക്കെ ചാടി. നീ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഈ സ്റ്റെപ്സ് ഒക്കെ ഇട്ടിട്ടാണോ പ്രാക്ടീസ് ചെയ്ത വീട്ടില്? അങ്ങനെ ദിവസം പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. ഫുഡ് കൺട്രോൾ ചെയ്യണം. നമ്മള് കിതയ്ക്കും എന്ന് പറഞ്ഞ് പാടിയാൽ കിതയ്ക്കും. അതൊന്നും ആലോചിക്കരുത് കേട്ടോ. നമ്മള് അതിനൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമ്മള് എക്സസൈസ് ചെയ്യുക. ബ്രത്ത്, നമ്മുടെ വോക്കലും നമ്മുടെ ലങ്സ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ പാട്ടൊക്കെ ഫുൾ ത്രോയിൽ ചാടി മറിഞ്ഞ് പാടാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ചാടി മറിയുമ്പോഴും നമ്മുടെ പാട്ട് ഒരിക്കലും ഔട്ട് ഓഫ് പിച്ചോ അല്ലെങ്കിൽ വരികൾ മിസ് ചെയ്യോ ഇതൊന്നും പറ്റരുത് കേട്ടോ. പിന്നെ എനിക്കൊരു സംഗതി ഇഷ്ടപ്പെട്ടു. ഒരു സാധനം പാടിയില്ല, അത് കൊള്ളാം. അത് ചേരുന്നൊരു സാധനമാണ്. ആ പാട്ടിന് ചേരുന്നൊരു സംഗതിയായിരുന്നു. പടിയാറും കേറി ചെന്നാൽ അമ്പലമുണ്ടേ, തേരും തിറയുമുണ്ടേ, മുടിവെട്ടാ മുടിയിൽ ചാർത്തുമോ തോർക്കെല്ലാം തെയ്യത്തിൽ ലഹരിയുണ്ടേ. എനിവേ, നൈസ് അറ്റംപ്റ്റ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു ഓളം ഉണ്ടാക്കിയത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. അഭിനവ്, എന്തോ സാർ? നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു അഭിനവ്. താങ്ക് യു സാർ. അതുപോലെ ഈ ശൂരൻപടയുടെ അത് റിപ്പീറ്റ് ഉണ്ടെന്നുള്ളത് കുട്ടിക്ക് വരെ അറിയാം, കുട്ടികൾക്ക് വരെ അറിയാം. അഭിനവ് അത് മിസ് ചെയ്തത് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയേട്ടോ. നാച്ചുറലി അത് ചിലപ്പോൾ ഇങ്ങനെ. വേറൊരു കാര്യം, ഇങ്ങനത്തെ ഒരു പാട്ട് ഇതൊരു അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പൊ അതിന് ഹാറ്റ്സ് ഓഫ് ആട്ടോ. താങ്ക് യു സാർ. സെക്കൻഡ് ഹാഫിലായിരുന്നു ഏറ്റവും കൂടുതൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അവിടെ ഇവിടെയും വന്നു തുടങ്ങിയത്. മറ്റേ ശ്വാസം മുട്ടി തുടങ്ങിയപ്പോൾ. അവസാനം
വേൽമുരുക മാത്രമേ ഉള്ളൂ, വേലായുധനില്ല. മുല്ലംകൊള്ളി വേലായുധൻ അവിടെ നിന്ന് പാടുന്നുണ്ടെന്നുള്ളത് മാത്രം. ബാക്കി കംപ്ലീറ്റ് വേൽമുരുക ഹരോഹര, വേൽമുരുക ഹരോഹര, വേൽമുരുക ഹരോഹര. അവസാനം എന്റെ നേരത്ത് ബൈ ദ ബൈ വേലായുധൻ ഉണ്ടായിരുന്നല്ലോ. അന്നേരം ഒന്ന് വേലായുധനും കൂടെ ഒന്ന് ഓർത്തു. വരി മറന്നു പോകുന്ന പരിപാടി ഇവിടെ പലരും എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി എല്ലാത്തിനും കർശനമായി നമ്മൾ മാർക്ക് മാത്രം മാർക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി അപ്പൊ എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ. ആ. അതായത് പല്ലവി മറന്നുപോയി രണ്ടാം പ്രാവശ്യം. ഓക്കെ, എന്നാലും മോൻ നന്നായി പാടിക്കൊണ്ട് വന്നു, പല്ലവി മറന്നിട്ട് പോലും. അത് കഴിഞ്ഞ് ആ അനുപല്ലവി കഴിഞ്ഞ് ആ ചരണത്തിലേക്ക് കയറിയതും ശ്വാസം ഗതപ്പോ ഇതെല്ലാം തുടങ്ങിയതിന് ശേഷം അത് ശ്രുതിയായി, ശ്വാസമായി, അങ്ങനെ എല്ലാം കൈവിട്ട് പോയി തുടങ്ങി. അത് ഇതിന് ഇനിയിപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇവർ പറഞ്ഞതെല്ലാം ചെയ്ത് നോക്കാം. എപ്പോഴാ മോനെ ശ്വാസം, എന്താ മോനെ പ്രോബ്ലം തുടങ്ങിയത്? ആ കാവടി എടുത്തപ്പോ തൊട്ടോ ചെറിയ ടെൻഷൻ വന്നു തുടങ്ങി. ടെൻഷൻ വന്നോ? ഈ പിള്ളേരൊക്കെ അങ്ങോട്ട് ഓടി വന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ ഇവൻ ഇനി അങ്ങ് അടിച്ചു പരത്തുന്നു. കാരണം അവരുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ സ്റ്റേജില്, ഭയങ്കര. ഇവര് വന്നതോടുകൂടിയാണോ അങ്ങ് പോയത്? ഇല്ല ഇല്ല ഇല്ല. ആ ഇല്ല, അവിടെ തൊട്ടാണ് ആക്ച്വലി പോയത്. ഞങ്ങള് വിചാരിച്ചു ഇപ്പൊ അങ്ങ് മാലത്ത് കീറി ഭയങ്കര. ഞങ്ങളൊക്കെ നല്ല കാര്യം ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നാ പോരായിരുന്നു. പക്ഷെ അത് നല്ല രസമായിട്ട് വരുമായിരുന്നു. പുറകുന്ന എന്തായിരുന്നു തുള്ളല്. അതെ, പാർവതിയൊക്കെ ഞങ്ങളൊരു പ്രോത്സാഹനം കൊടുത്തതാ. അതെ, നന്നായിരുന്നു. നന്നായിരുന്നു അത്. കേട്ടോ മോനെ. അപ്പൊ ഞാനിനി കൂടുതൽ പറയുന്നില്ല, എല്ലാം ഇവര് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അബി, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക, മാർക്സ് 7.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി 8. താങ്ക് യു മാം. ഈ പിള്ളേരെന്തിനാ കാശ് കൊടുത്ത് നിർത്തിയിരിക്കുന്നു. ചേട്ടാ 7.5. താങ്ക് യു സർ. അഭിനവ് എന്തോ 23 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ. ഇനി ഇത് വാങ്ങരുത്, ഇല്ല, ഫോക്കസ് ചെയ്യണം. ആ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്തതായി ഇളയരാഗങ്ങൾ റൗണ്ട് ആണ്. ഓക്കെ. സോ ലെറ്റ്സ് വെൽക്കം ആന്യ. மழை வருது குடை கொண்டு வா மானே மாறாப்பிலே. வெயில் வருது நிழல் கொண்டு வா மன்னா பேரன்பிலே. மழை போல் நீ பொழிந்தாய் தேனே. மழை வருது குடை கொண்டு வா வெயில் வருது நிழல் கொண்டு வா மன்னான் பேரன்பிலே. மழை போல் நீ பொழிந்தாய் தேனே. மழை வருது குடை கொண்டு வா மானே மாறாப்பிலே.
നിഴൽ കൊണ്ടുവാ മന്നാം പേരൻപിലേ. கடந்த காலம் மறந்து போவோம், கரங்கள் சேர்த்து நடந்து போவோம். உலகமெங்கும் நமது ஆட்சி, நிலமும் வானும் அதற்கு சாட்சி. நிலமும் வானும் நமது ஆட்சி, உலகமெங்கும் அதற்கு சாட்சி. இளைய தென்றல் தாலாட்டு பாடும், இனிய ராகம் கேட்கும் வா. வெயில் வருது நிழல் கொண்டு வா மன்னாம் பேரன்பிலே. ஓய் மழை வருது குடை கொண்டு வா மானே மாறாப்பிலே. மழை போல் நீயே பொழிந்தாய் தேனே. மழை வருது குடை கொண்டு வா மானே மாறாப்பிலே. ஓய் வெயில் வருது நிழல் கொண்டு வா மன்னாம் பேரன்பிலே. ആന്യ, എന്തോ നമുക്ക് ചോദിച്ചു നോക്കാം ജഡ്ജസിനോട്. ബിനി ചേച്ചി, മോളെ എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു. ഞാൻ ആദ്യം പേപ്പറിൽ ഞാൻ എഴുതി നല്ല വോയിസ് കൺട്രോൾ, ഭയങ്കര കൺട്രോൾ ചെയ്ത് അത് പാടിയെടുക്കുക എന്ന് പറയണത് ഭയങ്കര കഷ്ടമായ ഒരു കാര്യമാണ്. ചേച്ചി ആ? ആനി ഇപ്പൊ മലയാളം പഠിച്ചു വരുന്നേ ഉള്ളൂ. ആണോ? ആ ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂരാണ്. അപ്പൊ മലയാളത്തിൽ പറയാലോ? പറയാം. പറയാം. മനസ്സിലാവൂലേ? മനസ്സിലാവും. ആ വെരി ഗുഡ് വോയിസ് കൺട്രോൾ. താങ്ക് യു. ആ നല്ല ആൻഡ് വോയിസും വളരെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രസമുണ്ട്. എനിക്ക് മോളുടെ വോയിസ് ഇടയ്ക്ക് ഡ്രൈ ആയി. അതൊക്കെ മോൾ ബാക്കി പാടിയ ആ ഒരു നല്ല ഒരു എന്താ പറയണ ഒരു ഫീലിങ്ങില് ആ ഗ്ലുമൊക്കെ കുറച്ച് എന്താ പറയണേ, ഞാൻ കേട്ടോ ഇവരല്ല, ഞാൻ ക്ഷമിച്ചു. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട് ആ ഉലകം എങ്കും നമ്മത് അതില്ലേ സൂപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങള് 3 പേരും സൂപ്പർ എഴുതി. கடந்த காலம் மறந்து போவோம், கரங்கள் சேர்த்து நடந்து போவோம். உலகமெங்கும் நமது ஆட்சி, நிலமும் வானும் அதற்கு சாட்சி. நிலமும் താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അത് അത്രയും അത് കൺട്രോൾ ചെയ്ത് പാടുന്നു. അതുകൊണ്ടാണ് ആ ഒരു താലാട്ടിൽ അവിടെ ഒരു പൊട്ടിപ്പോയത് സംഗതി. താലാട്ട് പാടും, ഇനിയ രാഗം കേൾക്കും വാ. നമ്മൾ അത് ഇനി മോള് പോക ഇപ്പൊ കുഞ്ഞല്ലേ, മോള് പോക അത് പഠിക്കും കേട്ടോ. അത് നല്ല രസമായിട്ടത് മേലെ ആ സംഗതികൾ എടുക്കുമ്പോഴും അതെങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് കൊണ്ടാണ്. ഈ പ്രായത്തിൽ ഇത്രയും പാടിയില്ലേ. എന്താണേലും മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴേ വളരെ ഇഷ്ടമാണ്. MSV സാറിൻ്റെ ഒരു പാട്ടില്ലേ, അത് ഓർമ്മ വരുന്നു. ഒരു 2 വരി അതൊന്ന് അറിയോ? നിലവേന്നിടം പാടിക്കേച്ചി. ആ നിലവേന്നിടം നെരുങ്ങാതെ നീ നിனைக்கும் இடத்தில் நானில்லை. நிலவேன்னிடம் நெருங்காதே நீ நினைக்கும் இடத்தில் நானில்லை. மலரேன்னிடம் மயங்காதே நீ மயங்கும் வகையில் நானில்லை. நிலவே என்னிடம் நெருங்காதே நீ நினைக்கும்
இடத்தில் നാനില്ലേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്തൊരു MSV സാർ, എന്തൊരു പാട്ടാണ് അതെല്ലാം. ഈ ഒരു മെട്ടില് ഒരു ഭാഗ്യശ്രീ ബേസിൽ ഭാഗ്യശ്രീ ഒരു ബേസിൽ ടച്ച് വരണോണ്ട് പാടിയതാണ്. എന്താണല്ലേ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ചേട്ടാ ആന്യ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. കഴിഞ്ഞ റൗണ്ടിലെ ആ ക്ഷീണമൊക്കെ കുറച്ച് മാറ്റി ആന്യ നന്നായിട്ട് തന്നെ ഇന്ന് പെർഫോം ചെയ്തു. അപ്പോൾ ഇതിൽ മോളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം ആ തേനെ ഓരോ സ്റ്റാൻസയിലും ഓരോരോ രീതിയിലാണ് വരുന്നത് അല്ലേ. ലാസ്റ്റ് തേനെ എങ്ങനെയായിരുന്നു എല്ലാം, പക്ഷെ റൈറ്റ് ആയിട്ട് തന്നെ പാടി. ആ തേനെ ഒന്ന് പാടിക്കേ. മഴை போல் நீயே பொழிந்தாய் தேனே. ആ നൈസ്. ആദ്യം അത് അല്ലേ, രണ്ട് സംഗതി അത് രണ്ടും റൈറ്റ് ആയിട്ട് പഠിച്ച് അത് പാടിയിട്ടുണ്ട്. കാരണം ഞാൻ അതൊക്കെ അത് പാടുവോ എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതൊക്കെ മോള് നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് യു ഹാവ് ലേൺഡ് ദ സോങ്. താങ്ക് യു. പിന്നെ ഇടയ്ക്കൊന്ന് ഡ്രൈ ആയി, ഇറ്റ്സ് ഓക്കെ. കാരണം ഇതൊരു ഡുവറ്റ് സോങ് ആകുമ്പം രണ്ടുപേര് പാടേണ്ട പാട്ട് ഒരാൾ പാടുമ്പം ശ്വാസം എടുക്കുന്നതും ഒക്കെ പ്രയാസമാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയേ നമ്മൾ മാർക്ക് ഇടുകയുള്ളൂ കേട്ടോ. മോള് ഈ പ്രായത്തിൽ ഈ പാട്ട് ഇത്രയും ഗംഭീരമായിട്ട് പാടിയില്ലേ, അത് തന്നെ വലിയൊരു കാര്യം കേട്ടോ. വെരി നൈസ്. താങ്ക് യു. പിന്നെ കരങ്ങൾ അതൊന്ന് പാടാം മോളെ. കടந்த കാലം മറന്നു പോവും கடந்த காலம் மறந்து போவோம் கரங்கள் சேர்த்து. ആ ചേർത്ത്, കരങ്ങൾ ചേർത്ത്. കരങ്ങൾ ചേർത്ത്. ആ അവിടെ ഡിക്ഷൻ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. മോള് ചേർത്തെന്ന് തന്നെ പാടി, മലയാളം കറക്റ്റ് ആയിട്ട് പാടി. കരങ്ങൾ ചേർത്ത്, നന്നായിട്ട് ചേർന്ന് നിന്ന്. കരങ്ങൾ ചേർത്ത്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എല്ലാം ഒരുവിധം പാടി. പിന്നെ മാനേ ഉന്മാറാപ്പിലേ അത് പാടിക്കേ. മാനേ മാനേ മാറാപ്പിലേ ഹോയ്. ആ ഈ ഹൊയ് അങ്ങനെ ഇല്ല, ഒറിജിനൽ കേട്ടിട്ടുണ്ടോ? ദാസാറ് മാനേ ഉന്മാറാപ്പിലേ ഹൊയ് അങ്ങനെ അങ്ങനെ പാടണം. ഒന്നും കൂടി പാടി. തൊട്ടില്ല. അതെ, മാനേ മാറാപ്പിലേ ഹോയ്. ഇപ്പോഴും ഹോയ്ക്കൊരു സ്ട്രെസ് ഉണ്ട്. മാനേ ഉന്മാറാപ്പിലേ ഹൊയ്. ശബാഷ്. മാനേ മാറാപ്പിലേ മാനേ മാറാപ്പിലേ ഹോയ്. ആ നൈസ്, ഓൾമോസ്റ്റ് ദേർ. അത് ഭയങ്കര ഇത് ആ കൊടുക്കും. അത്ര ഹൊയ്. അതിപ്പം ഒരു നമ്മള് ഹൊയ് ഹൊയ് അതല്ലല്ലോ പാട്ട്, ഒരു മഴയുടെ സോങ് അല്ലേ. ദാരന മാറാപ്പിലേ ഹൊയ് ഹൊയ്. ഒരു ടച്ചാണ് അത് കേട്ടോ. പോവല്ല ഹായും അല്ല, അതിന്റെ ഇടയിലുള്ളൊരു അതെ. സംഭവമാണ്. അപ്പൊ അത് മാത്രം എനിക്ക് അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ ബാക്കിയൊക്കെ മോള് നന്നായിട്ട് തന്നെ പാടി. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും മിസ്റ്റേക്സ് ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. അപ്പൊ കഴിഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. നൈസ് പെർഫോമൻസ്. താങ്ക് യു ചേട്ടാ. ഷാനിക ആന്യ, എന്തോ എന്റെ ഫീനിക്സ് പക്ഷി, നീ ഉണർന്നു മോളെ. ആദ്യം തന്നെ പറയട്ടെ, ബ്യൂട്ടിഫുൾ വോയിസ്, താങ്ക് യു. ബ്യൂട്ടിഫുൾ. മോള് നന്നായിട്ട് ഈ സോങ് ക്യാരി ചെയ്തു ടിൽ ദി എൻഡ് കേട്ടോ. താങ്ക് യു. പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതിൻ്റെ ഇടയിൽ ത്രോട്ട് ഒന്ന് ഡ്രൈ, ബട്ട് ഇറ്റ് വോണ്ട് എഫക്ട് യുവർ മാർക്സ് കേട്ടോ. അത് ഇപ്പോഴേ പറയാം, ബിക്കോസ് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മോള് അതിമനോഹരമായിട്ട് മോള് പാടിയിട്ടുണ്ട്. താങ്ക് യു. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പെർഫോമൻസിൽ ആന്യ ഇങ്ങനെ ഒന്ന് ഡൗൺ ആയപ്പം നമ്മളെല്ലാവരും ഡൗൺ ആയി. അതെ അതെ. ഇപ്പൊ യു ആർ ബാക്ക്. ഇപ്പൊ യോ ബാക്ക്. സൂപ്പർ. ഞാൻ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ ആനയുടെ മദറിനെ കണ്ടു. ഞാൻ നോക്കുമ്പോൾ ആനയുടെ മദർ ഇങ്ങനെ ഒരു കർച്ചൂം പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ടെൻഷനാണോ? അമ്മയല്ലേ. എനിക്ക് അങ്ങ് വല്ലാണ്ടായിപ്പോയി. ഷീൽ ബി ഫൈൻ. ഫൈൻ ഫൈൻ ആനയെ കുട്ടി. ഓജസ്സും തേജസ്സും ഉള്ള. അതെ, ഒന്നുമില്ല. ഓജസ്സും തേജസ്സും. അതൊക്കെ മണിച്ചിത്ര താഴെ എന്ന് പറഞ്ഞ സിനിമയെ കാണണം. പോട്ട്. ആനിപ്പോ ഭയങ്കര വൈറലാ. നമ്മളുടെ മീശമാധവനിലെ ആ സാധനമൊക്കെ ഇപ്പൊ ഭയങ്കര വൈറലത് ആണല്ലേ. യെസ്. ഓക്കെ, അപ്പൊ അഗൈൻ ഈ വൈറലാവും തോറും അതെടുത്ത് തലയിൽ വെക്കാതിരിക്കുക. അത് ഞാൻ ചെയ്യൂല. ഹമ്പിൾ ആവുക കേട്ടോ. നമ്മൾ എത്ര ഫെയിം കിട്ടിയാലും
നമ്മള് നമുക്ക് ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എന്നും ഉണ്ടാവണം മക്കളെ. നിങ്ങളോട് എല്ലാവരോടും പറയുന്നതാണ്. നിങ്ങൾ ഇന്ന് സ്റ്റാറായിട്ട് നാളെ ആരും ആവാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ചിട്ട് തകർന്നടിഞ്ഞ ഒരുപാട് പേരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും ആയിട്ടുണ്ട്. ഈ ഞാൻ എന്ന ഭാവം അത് കളയാൻ എല്ലാരും ഈക്വലി ട്രീറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാവരും വലിയവനോ ചെറിയവനോ അങ്ങനൊന്നും ഇല്ലാതെ. അങ്ങനെ ഒന്നുമില്ലാതെ അതാണല്ലോ മറ്റേ ആരു വലിയവൻ ആരു ചെറിയവൻ ഈ സച്ചിദാനന്ദ സംഗീത വേളയിൽ ആലാപനം. അത്രേ ഉള്ളൂ ആനിയ. ആൻഡ് യു നോ വൺസ് അഗൈൻ ഗുഡ് ടു ഹാവ് യു ബാക്ക് മോളെ. ആന്യ മാർക്സ് ചോദിക്കാം. ശരിക്ക വെൽക്കം ബാക്ക് ആനിയ. യു ഗെറ്റ് 9. സൂപ്പർ. ഹരിച്ചേട്ടാ 9 marks. താങ്ക് യു ഹരിച്ചേട്ടാ. ചേച്ചി കേക്കണമാ 9. 27 marks. സൂപ്പർ.